ഇന്നാണ് പെസഹ തിരുനാൾ. ഈശോ തന്റെ പെസഹ ആചരിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. വളരെ പ്രാകൃതമായി ഉഴുന്നും പച്ചരിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ അപ്പത്തിനെ പുളിയിലാത്തപ്പം എന്നും വിളിക്കാറുണ്ട്. വൈകുന്നേരമായിരുന്നു പള്ളിയിലെ ചടങ്ങുകളും മറ്റും. സോ നമ്മൾ ഉടുത്തൊരുങ്ങി പള്ളിയിലേക്ക് എത്തി. ഇന്ന് പള്ളിയിലുള്ള പ്രധാന ചടങ്ങ് കാലുകഴുകൽ ശുശ്രൂഷയാണ്. അങ്ങനെ പള്ളിയിലുള്ള കുർബാനയും മറ്റു ചടങ്ങുകൾക്കെല്ലാം ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കെത്തി. ഒരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഇനിയുള്ളത് അപ്പം മുറിക്കൽ ചടങ്ങാണ്. വീട്ടിലെ കുടുംബനാഥനാണ് ഈ ഒരു ചടങ്ങ് നിർവഹിക്കേണ്ടത്. അതിനുശേഷം അപ്പം ആ പാലിൽ മുക്കി എല്ലാവർക്കും പങ്കിടും. സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും ദിവസം കൂടിയാണ് ഈ ഒരു പെസഹ ദിനം. അങ്ങനെ നമ്മൾ അപ്പവും കഴിച്ച് അതിലൊരു പങ്ക് പാക്ക് ചെയ്ത് നമ്മൾ നേരെ എന്റെ വീട്ടിലേക്ക് എത്തി. അപ്പം മുറിക്കാനായി ഞങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും. ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അപ്പച്ചൻ അപ്പം മുറിച്ച് എല്ലാവർക്കും പങ്കിട്ടു. ആണ്ടിലൊരിക്കൽ മാത്രമുള്ള ഈ ഒരു ചടങ്ങിനും ഇന്ന് കിട്ടുന്ന അപ്പത്തിനും എന്തെന്നില്ലാത്തൊരു രുചിയാണ്. അങ്ങനെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലായി ഇനി നാളെ ദുഃഖവെള്ളി.